സൂപ്രണ്ട് സാർ പറഞ്ഞിരുന്നു മാഡം രാഘവനെ ഇന്റർവ്യൂ വരുമെന്ന്. ഈ അപേക്ഷയൊക്കെ ഒരു സർക്കാർ ഫോർമാലിറ്റിയാണ്. സാറിന്റെ ഓഫീസിലായിരുന്നെങ്കിൽ ഇതൊന്നും ഇല്ലാതെ തന്നെ രാഘവനോട് സംസാരിക്കായിരുന്നല്ലോ. ഇവിടെ ആയിരിക്കുമ്പോൾ രാഘവൻ കുറച്ചുകൂടെ ഫ്രീ ആയിരിക്കുമല്ലോ. അത് നേരാ. ഇത് ജയിലിനെ കുറിച്ചുള്ള ഫീച്ചറാണോ രാഘവനെ കുറിച്ചാണോ? നിങ്ങൾ പത്രക്കാരല്ലെങ്കിലും ഒന്നും വിട്ടു പറയത്തില്ലല്ലോ. സസ്പെൻസ് അല്ലേ? കുറച്ച് സസ്പെൻസ് ഒക്കെ വേണ്ടേ? കർത്താവേ, ഇത് കണ്ടോ? ഇത്രയും കൊല്ലത്തിനിടയിൽ രാഘവനെ കാണാൻ വരുന്ന ആദ്യത്തെ ആളാ മാഡം. ഇത്രയും കാലമായിട്ട് ആരും വന്നിട്ടില്ലേ? ആരും കാണാനും വന്നിട്ടില്ല, പരോളിലും പോയിട്ടില്ല, ആശുപത്രിയിലും കിടന്നിട്ടില്ല. അവൻ ഇവിടല്ലേ ഇഷ്ടം. 14 വർഷത്തുകൊള്ളൊന്നും ഇവിടെ ആരും കിടക്കാറില്ല. അവനോട് എത്ര വർഷമെന്നറിയോ? 20 വർഷം. അതെന്താ? അതാണല്ലോ രാഘവൻ. തടുകാരോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആരെങ്കിലും അടുത്തുണ്ടായിരിക്കണം എന്നാ നിയമം. ഇതിപ്പോ സൂപ്പണ്ട് സാറിന്റെ കാര്യമുണ്ട്, കുഴപ്പമില്ല. അധികം താമസിക്കാതെ വിട്ടേക്കണേ. ആ ചെല്ലേ. ഞാൻ സൂപ്രണ്ട് രാമൂർത്തി സാർ പറഞ്ഞിട്ട് വന്നതാ. ഞാനെന്ന് ഓഫീസിൽ വെച്ച് കണ്ടിരുന്നല്ലോ. സാറിൻ്റെ സർവീസ് സ്റ്റോറിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ഇങ്ങനെ നിന്നോണ്ട് സംസാരിക്കണോ അതോ ഇരുന്ന് സംസാരിക്കോ? ഇരുന്ന് സംസാരിക്കാം. ഞാനെന്നാ ചോദിച്ചോട്ടെ? ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സൂപ്രണ്ടിൻ്റെ ബെനിഫിറ്റ് സ്കീം വഴി താങ്കളൊരു പുതിയ ജീവിതം തുടങ്ങാൻ പോവാണല്ലോ. അതിൽ സന്തോഷമുണ്ടോ? പുതിയ ജീവിതം, പഴയ ജീവിതം അങ്ങനെയൊക്കെ ഉണ്ടോ? നമുക്കാകെ ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. പിന്നെ ഈ ജീവിതം എന്ന് പറയുന്നത് എന്തുവാ? മരണത്തിന് മുമ്പുള്ളൊരു വെപ്രാളം, അല്ല എന്താ? അതല്ല, ഇവിടുന്ന് പുറത്തിറങ്ങുന്നതിൽ എന്തായാലും സന്തോഷം ഉണ്ടാവുമല്ലോ. അതിന് എനിക്കിവിടെ സങ്കടമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണോ കാലാവധി കഴിഞ്ഞിട്ടും പുറത്തു പോകാൻ ശ്രമിക്കാത്തത്? 20 വർഷമായില്ലേ? കുട്ടിക്കാലത്ത് നമ്മൾ വളരെ അകലെയാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും പിന്നീട് കാണുമ്പോൾ അടുത്താണെന്ന് തോന്നാറില്ലേ? അതുപോലെ തന്നെയാ സമയം. എൻ്റെ ഈ പ്രായത്തിൽ 20 വർഷമെന്ന് പറയുന്നത് അത്ര നീണ്ട കാലമൊന്നുമല്ല. അല്ല, ഈ 20 കൊല്ലത്തിനിടയിൽ താങ്കളുടെ ആദ്യത്തെ വിസിറ്റർ ഞാനാണെന്നാണല്ലോ അവർ പറഞ്ഞത്. ഇതുവരെ ആരും കാണാൻ വന്നിട്ടില്ല അല്ലേ? പരോളിലും ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. ആരെയും കാണാൻ താല്പര്യമില്ലാത്തോണ്ടാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാനൊരു മടിയനാ, അത്രേ ഉള്ളൂ. ഇതെന്താ സാധനം? നമ്മൾ ഈ സംസാരിക്കുന്നത് പിടിക്കാൻ കൊണ്ടുവന്നതാ. റെക്കോർഡറാ. നമ്മുടെ വർത്തമാനം മാത്രമല്ലേ ഇത് പിടിക്കത്തുള്ളൂ, ചിന്തകളൊന്നും പിടിക്കത്തില്ലല്ലോ. ഹേയ്, ഇല്ല. അല്ല, അങ്ങനെ ചിന്തകളൊക്കെ പിടിക്കുന്ന വല്ല യന്ത്രവും കണ്ടുപിടിച്ചിട്ടുണ്ടോ? എൻ്റെ അറിവിൽ ഇതുവരെ ഇല്ല. അതേതായാലും നന്നായി. എന്തും കണ്ടുപിടിച്ച് കളയുന്ന കാലമാണല്ലോ. പിന്നെ മറ്റൊരു കാര്യം, താങ്കൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, നിരപരാധിയാണെന്ന് പറയാറുണ്ടല്ലോ. നമ്മളൊരു സ്വിച്ചിട്ട ഇരുട്ടുള്ളിടത്ത് വെളിച്ചമുണ്ടാക്കാൻ ഒരു ബൾബിന് കഴിയും. അതുപോലെ ഇതുപോലെ വെളിച്ചമുള്ളിടത്ത് ഒരു സ്വിച്ചിട്ടാൽ ഇരുട്ടുണ്ടാക്കാൻ കഴിയുന്ന ബൾബ് കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഈ വെളിച്ചവും സത്യവും എന്നൊക്കെ പറയുന്നത് ഒരുപോലെയാണ്. രണ്ടിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. വേണമെങ്കിൽ തടയുകയോ മറച്ചു പിടിക്കുകയോ ഒക്കെ ചെയ്യാം. എന്നാലും അതില്ലാതാവുന്നില്ലല്ലോ, നമ്മൾ കാണുന്നില്ലെന്നല്ലേ ഉള്ളൂ. അപ്പൊ ആരും കാണാത്ത ഒരു സത്യമുണ്ട്. ഏയ്, ഞാനങ്ങനെ പരാതി പറഞ്ഞതൊന്നുമല്ല. ഞാനൊരു പടം എടുത്തോട്ടെ?
ഈ വെളിച്ചവും സത്യവും എന്നൊക്കെ പറയുന്നത് ഒരുപോലെയാ. രണ്ടിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. വേണമെങ്കിൽ തടയുകയോ മറച്ചു പിടിക്കുകയോ ഒക്കെ ചെയ്യാം. എന്നാലും അതില്ലാതാവുന്നില്ലല്ലോ, നമ്മൾ കാണുന്നില്ലെന്നല്ലേ ഉള്ളൂ.